ഹായ് നമസ്കാരം. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ ജീവൻ പണയം വെച്ചും രക്ഷാപ്രവർത്തനം നടത്തിയ നഴ്സിന് തമിഴ്നാട് സർക്കാരിന്റെ ആദരം. മേപ്പാടി മുണ്ടക്കൈ ഉരുൾപൊട്ടലിൽ പരിക്കേറ്റവർക്ക് പ്രാഥമിക ചികിത്സ നൽകാനായി കുത്തിയൊഴുകുന്ന മലവെള്ളപ്പാച്ചിലിന് മുകളിലൂടെ വടത്തിൽ തൂങ്ങി മറുകരയിലെത്തിയ നഴ്സ് എ സബീനയ്ക്ക് തമിഴ്നാട് സർക്കാരിന്റെ ധീരതയ്ക്കുള്ള കൽപ്പന ചൗള പുരസ്കാരമാണ് സമ്മാനിക്കുന്നത്. തമിഴ്നാട് നീലഗിരി സ്വദേശിയാണ് സബീന. വയനാട് ഉരുൾപൊട്ടൽ ഉണ്ടായ ആദ്യ ദിനത്തിൽ കുത്തിയൊഴുകുന്ന മലവെള്ളപ്പാച്ചിലിന് മുകളിലൂടെ സിപ്പ് ലൈനിൽ തൂങ്ങി മറുകരയിലെത്തിയ സബീന പരിക്കേറ്റ 35ഓളം പേർക്കാണ് പ്രാഥമിക ശുശ്രൂഷ നൽകിയത്. സിപ്പ് ലൈനിലൂടെ മെഡിക്കൽ കിറ്റുമായി ആത്മധൈര്യത്തോടെ പുഴ കടന്ന് വെല്ലുവിളികളെ അതിജീവിച്ച് ദുരന്തബാധിതരെ പരിചരിച്ചതിനാണ് ആദരം. ആരോഗ്യമന്ത്രിയാണ് അവാർഡ് പ്രഖ്യാപിച്ചത്. കൽപ്പന ചൗള പുരസ്കാരം മുഖ്യമന്ത്രി MK സ്റ്റാലിൻ സബീനയ്ക്ക് സമ്മാനിക്കും. ഗൂഡല്ലൂരിലെ ശിഹാബ് തങ്ങൾ സെന്റർ ഫോർ ഹ്യൂമാനിറ്റി SDSH ഹെൽത്ത് കെയർ ആതുര സേവനം വളണ്ടിയർ വിഭാഗത്തിലെ നഴ്സാണ് സബീന. ഉരുൾപൊട്ടലുണ്ടായതറിഞ്ഞ് സ്ഥലത്തെത്തിയ SDSH പ്രവർത്തകർക്കൊപ്പം സബീനയും ഉണ്ടായിരുന്നു. മെഡിക്കൽ കിറ്റുമായി മറുകരയിലേക്ക് പോകാൻ പുരുഷ നഴ്സുമാരെ അന്വേഷിച്ചെങ്കിലും ആരുമുണ്ടായിരുന്നില്ല. തുടർന്നാണ് സബീന മറുകരയിലേക്ക് പോകാൻ തയ്യാറായത്. വടത്തിൽ തൂങ്ങി സബീന മറുകരയിലെത്തിയത് പിന്നീട് ദുരന്തമുഖത്ത് എത്തിയ ഡോക്ടർമാർക്കും പുരുഷ നഴ്സുമാർക്കും മറുകരയിലേക്ക് പോകുന്നതിന് ധൈര്യം പകരുകയും ചെയ്തു. ഉരുൾപൊട്ടലിൽ ചൂരൽമലയിൽ നിന്നും മുണ്ടക്കൈയിലേക്കുള്ള പാലം തകർന്നതോടെയാണ് വടത്തിൽ തൂങ്ങി മറുകരയിലേക്ക് പോകേണ്ട സാഹചര്യമുണ്ടായത്. സബീനയുടെ രക്ഷാപ്രവർത്തനം സാമൂഹിക മാധ്യമങ്ങളിൽ ഉൾപ്പെടെ കയ്യടി നേടിയിരുന്നു.